ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂരിഭാഗം പേരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു സൂപ്പർ ട്രെൻഡിനെ കുറിച്ചാണ് സീഡ് വാട്ടർ വെയിറ്റ് ലോസ്. സീഡ്സ് എന്ന് പറയുമ്പോൾ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബേസിൽ സീഡ്സ് ഇതൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം കുറയും, വയറ് കുറയും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല ക്ലയൻസും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ സീഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയോ വയറ് കുറയോ എന്നൊക്കെ. ഇതിന്റെ യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും സീഡ് വാട്ടർ ട്രൈ ചെയ്ത് നോക്കണോ വേണ്ടത്. വീഡിയോയുടെ എൻഡിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് നോക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സീഡ് വാട്ടറിന്റെ പുറകിലുള്ള മാജിക് എന്താണെന്ന് നോക്കാം. യൂഷ്വലി നിങ്ങൾ ചിയാ സീഡ്സ് ഒക്കെ യൂസ് ചെയ്തവർക്ക് അറിയാം, ഈ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അതിങ്ങനെ വീർത്ത് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള നാരുകൾ അല്ലെങ്കിൽ ഫൈബർ ആണ്. കുതിർത്ത് വെച്ച സീഡ് വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് നമ്മുടെ വയറിൽ പോയി ഒരു ജെൽ ഫോമിലാവും. ജെൽ ഫോമിൽ നമ്മുടെ വയറിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം നമുക്ക്, അതായത് വയറെപ്പോഴും നിറഞ്ഞൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. വിശപ്പ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഇടനേരത്ത് കഴിക്കുന്ന സ്നാക്സ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊയ്ക്കാൻ തോന്നുന്ന സ്വഭാവം ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന എക്സ്ട്രാ കലോറീസിന്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ കലോറീസ് നമ്മുടെ ബോഡിയിൽ എത്താതാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സീഡ് വാട്ടർ കുടിക്കുന്നതിലൂടെ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഈ സീഡ് വാട്ടർ കുടിച്ച ഉടനെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു മാജിക് നടക്കുന്നു, ഫാറ്റ് ലോസ് ഉണ്ടാവുന്നു, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രോസസ് ആണ് ഇതിന്റെ ഒരു റിയൽ മാജിക് എന്ന് പറയുന്നത്. അങ്ങനെ കുടിച്ച ഉടനെ തന്നെ ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വയറ് ഫ്ലാറ്റ് ആക്കുന്ന ഒരു മാജിക് ഡ്രിങ്കും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ഒരു സീഡ് വാട്ടർ കുടിച്ചിട്ടുള്ള ഒരു റിയാലിറ്റി ചെക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ രാവിലെ വെറും വയറിൽ ചിയാ സീഡ് വാട്ടറോ ബേസിൽ സീഡ് വാട്ടറോ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് വാട്ടറോ കുടിച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് കഴിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക, അതായത് നിങ്ങളൊരു കലറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യാതെയുള്ള ഒരു ഹൈ കലറി ഇൻടേക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു വെയിറ്റ് ലോസ് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതിന്റെ കൂടെ വർക്ക്ഔട്ട് കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ സീഡ് വാട്ടർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഹെൽപ്പറാണ്, ഒരു സപ്പോർട്ട് സിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു പോർഷൻ കൺട്രോൾ കൊണ്ടുവരാനും നമ്മൾ എക്സ്ട്രാ കലോറീസ് എടുക്കാതെ ഇത് നമ്മളെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു പോർഷൻ കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സീഡ് വാട്ടർ എടുക്കുന്നതിന്റെ കൂടെ ഒരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ഡയറ്റും വ്യായാമവും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് എപ്പോൾ കഴിക്കണം, ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാവും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ടീ ടൈമിൽ നമുക്ക് ടീ ഒക്കെ കുടിക്കാൻ, ഒരു മധുരമായിട്ട് ചായ കുടിക്കാനൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്, നമ്മൾ ഹെവി മീൽ എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ആയിട്ട് ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും ചില വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് ചിയാ സീഡ് അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് അപ്പൊ തന്നെ കൺസ്യൂം ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ചിയാ സീഡ് ആണെങ്കിലോ ബേസിൽ സീഡ് ആണെങ്കിലോ ഫ്ലാക്സ് സീഡ് ആണെങ്കിലോ വെള്ളത്തിലിട്ട് വെച്ച് ഒരു 20 മിനിറ്റ്സ് കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അത് കുതിർന്ന് വരുമ്പോൾ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരും തേനും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവും. അപ്പൊ ആ കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കാം. പിന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സീഡ് വാട്ടർ അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. സോ ഇത് കൺസ്യൂം ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ഒരു 2 to 3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷനോ ഗ്യാസ് ഇഷ്യൂസോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സീഡ്സ് ഒക്കെ ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് മാത്രം കൺസ്യൂം ചെയ്ത് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് വാട്ടർ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നല്ലൊരു ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയും വ്യായാമം ഒക്കെ ഇതിന്റെ കൂടെ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒരു മാജിക്കോ കുറുക്കോ വഴിയോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ ക്രാഷ് ഡയറ്റിലേക്കോ അല്ലെങ്കിൽ കുറുക്കു വഴികളിലേക്കോ പോവാതെ ഹെൽത്തി ആയിട്ടുള്ള വഴി മാത്രം ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലെയുള്ള നല്ല ഹാബിറ്റ്സ് ലൈഫിന്റെ പാർട്ടാക്കി മാറ്റുക. നിങ്ങൾ ആരെങ്കിലും ഈ സീഡ് വാട്ടർ ഡെയിലി കൺസ്യൂം ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള സിമ്പിൾ ഹെൽത്ത് ആൻഡ് വെയിറ്റ് ലോസ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയുടെ പാർട്ടായി മാറുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.